സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ദൈനംദിനം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ 2 ഹൈലൈറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ, അവർക്ക് പഠിക്കാൻ പറ്റുമോ, അവരെ ഇൻ്റർവ്യൂവിൽ എടുത്ത് കളയുമോ, മാർക്ക് കുറയ്ക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു വലിയൊരു ജോഗ്രഫിക് കൺട്രിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പോപ്പുലേഷനുണ്ട്. നമ്മൾ 7ാമത് സൈസിലും പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 2ാമതാണ് നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന വിദൂര വിദ്യാഭ്യാസം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും കൂടുതൽ അങ്ങനെ വർക്ക് ചെയ്ത് സക്സസ്സിലോട്ട് വന്ന ഒത്തിരി ആൾക്കാരുണ്ട് എക്സാമ്പിളായിട്ട് പറയാനായിട്ട്. ഇനി 2ാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ സിവിൽ സർവീസ് നേടാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ഗൈഡൻസിനാണ്. ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന ആളും പോകാത്ത ആളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 15% നോളജ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20% നോളജ് നിങ്ങൾക്ക് അക്കാദമിയിൽ നിന്ന് കിട്ടും. ബാക്കി 80% ഫില്ല് ചെയ്യാനായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്തേ പറ്റും. 2ാമത്, സെൽഫ് സ്റ്റഡി മാത്രം ഓപ്റ്റ് ചെയ്യുന്ന ആൾ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഹി ഓർ ഷീ ആൾസോ നീഡ് എ ഗൈഡൻസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ട് കോച്ചിങ്ങിന് പോകാത്ത ഒരാൾക്ക്, പോകാൻ സാഹചര്യമില്ലാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും സിവിൽ സർവീസിൽ സക്സസ്സിലോട്ട് വരാൻ പറ്റും. കോച്ചിങ്ങിനൊക്കെ ഒരുപാട് വലിയ ഫീസാണെന്ന് പറഞ്ഞ് കൺസേൺ പറയുന്നവരുണ്ട്. അവരൊരു കാര്യം ആലോചിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നതിനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ര തന്നെയാണ് അത്രയും ഒരു ഫീസിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ അക്കാദമിയിൽ പോയി പഠിക്കുക, പറ്റാത്തവർക്കും പഠിക്കാനും വിജയിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാനീ പറയുന്ന 7 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം സിലബസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ സിലബസ് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 50%-ലധികം കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവർക്ക് സിലബസ് എന്താണ് എന്ന് പോലും അറിയില്ല. ആദ്യം മനസ്സിലാക്കേണ്ട സിലബസാണ്. അത് UPSCയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കണം. അത്യാവശ്യം മെയിൻസിൻ്റെ സിലബസ് GS 1, 2, 3, 4 അതിൻ്റെയും ഓപ്ഷണലിൻ്റെ സിലബസും നിങ്ങൾ കൈകൊണ്ട് ഒരു തവണയെങ്കിലും എഴുതണം. അപ്പോൾ ഒരു തവണ എല്ലാ കീവേഡിലൂടെയും കടന്നുക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. 2ാമത്തെ കാര്യം, ചൂസ് യുവർ ഓപ്ഷൻ വൈസ്ലി. കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 900 മാർക്ക് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും 50-നകത്ത് റാങ്കിലോട്ട് പോകാൻ പറ്റും. ഒരു ഗെയിം ചേഞ്ചറായിട്ട് എപ്പോഴും വരുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു 40% മാർക്ക് കട്ട് ഓഫിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഭാഗം എന്ന് പറയുന്നത് ഓപ്ഷണലിൻ്റെ മാർക്ക് തന്നെയാണ്. അപ്പോൾ 300 മാർക്ക് തന്നെ, അതായത് ഒരു വിഷയത്തിന് 150 മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ലിമിറ്റഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മലയാളം ആരെങ്കിലും ചൂസ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. വി ഹാവ് മലയാളം ക്ലാസ്സസ്. തേർഡ് തിങ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു 40-ഡേ NCERT ലേണിംഗ് ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലേണിംഗ് ചലഞ്ചിൻ്റെ ഭാഗമാവാത്തവർ സീരിയസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമാവുക. ഒന്നും കൂടി സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലേണിംഗ് ചലഞ്ചിൻ്റെ ഭാഗമാവുക. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ ഇതുപോലുള്ള ലേണിംഗ് ചലഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ വരുന്ന 22 നവംബറിന് ഒരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്, ഫ്രീ ആയിട്ടാണ്, ഓൺലി 1 ടൈം. അത് കഴിഞ്ഞാൽ അത് ഒരിക്കൽ കൂടെ എടുത്തു തരുന്നവരും ബുദ്ധിമുട്ടാണ്, ടൈമിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കുക. മാത്രമല്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനം കൃത്യമായിട്ട് പോകുന്നു എന്നറിയാനായിട്ട് സെൽഫ് അസസ്മെൻറ്റ് നടത്തണം. സെൽഫ് അസസ്മെൻറ്റ് 2 രീതിയിൽ നടത്തണം, മെയിൻസിനും പ്രിലിംസിനും വേണ്ടിയിട്ട്. പ്രിലിംസിന് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നോളജ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിനുവേണ്ടി ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ 95 ടെസ്റ്റാണ് ഉൾപ്പെടുന്നത്. 55 ടെസ്റ്റ് പ്രിലിംസിന് CSATനും വേണ്ടിയിട്ട്, ബാക്കിയുള്ള 40 ടെസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് GS പേപ്പറുകൾക്ക്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേപ്പേഴ്സൊക്കെ റിവ്യൂ ചെയ്ത് തരുന്നതുമാണ്. അപ്പോൾ ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം മറന്നു പോകണ്ട. 5ാമത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം റിവിഷനാണ്. ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും, കഴിഞ്ഞ മോഡ്യൂൾ അല്ലെങ്കിൽ ഓരോ ബുക്ക് കഴിയുമ്പോഴും ആ ബുക്ക് എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതിനെ പറ്റി കൃത്യമായിട്ടൊരു റിവിഷൻ പ്ലാൻ തയ്യാറാക്കിയെടുക്കുക. എപ്പോഴും
പഠിക്കുന്ന കാര്യങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞും 7 ദിവസം കഴിഞ്ഞും 3 ആഴ്ച കഴിഞ്ഞും ഒന്ന് റിവൈസ് നോക്കുന്ന ഒരു മെത്തേഡാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു മൊഡ്യൂൾ കഴിയുമ്പോഴെങ്കിലും അതിൻ്റെ റിവിഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. കൃത്യമായിട്ട് ഒരു സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ അതിന് റിവിഷൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ 40 ഡേയ്സ് ചലഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ഡേയ്സ് കൊണ്ട് NCERT മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പുതിയ NCERT. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരാം. അപ്പോൾ ഒരു റിവിഷൻ പ്ലാനിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് റീഡിങ് അതിൽ നടക്കും. സോ ഇതുപോലൊരു റിവിഷൻ പ്ലാൻ എപ്പോഴും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളൊരു ബുക്ക് പഠിക്കണോ, ഒരു മോഡ്യൂൾ പഠിക്കണോ, ഒരു ടെസ്റ്റ് ചെയ്യണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്കൊരു റിവിഷൻ പ്ലാൻ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു 150 ഡേയ്സിൽ നിങ്ങളുടെ പഠനം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം പ്രിലിംസിന് വേണ്ടിയിട്ട് മാക്സിമം റിവിഷൻ ചെയ്യുക, മെയിൻസിന് വേണ്ടി മാക്സിമം എഴുതി പ്രാക്ടീസ് ചെയ്യുക. റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മെൻറ്ററെ കണ്ടുപിടിക്കുക, സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ. അതിപ്പോൾ നിങ്ങളുടെ അക്കാദമിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാകാം, അല്ലെങ്കിൽ ഒരു സീനിയറായിട്ടുള്ള ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആവാം, നിങ്ങൾക്ക് മുമ്പ് എഴുതിയെടുത്ത ആളാവാം, അല്ലെങ്കിൽ സിവിൽ സർവീസിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളാകാം. സോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരു മെൻറ്റർ എപ്പോഴും വേണം. നിങ്ങൾ പഠിക്കുന്ന വഴി ശരിയാണെന്ന് അറിയാം, നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റിംഗ് ഓക്കെ ആണെന്ന് അറിയാം, നിങ്ങളുടെ ഓപ്ഷണൽ കറക്റ്റാണെന്ന് അറിയാം, നിങ്ങൾ വായിക്കുന്ന ബുക്കുകൾ റെലവൻറ്റ് ബുക്സ് ആണെന്ന് അറിയാൻ യു നീഡ് ടു ഹാവ് എ മെൻറ്റർ. ദാറ്റ് ഈസ് വെരി ഇനവിറ്റബിൾ. അപ്പോൾ കൃത്യമായിട്ടൊരു മെൻറ്ററുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പേഴ്സണൽ മെൻറ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇനി കാശിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും ഇഫ് യു നീഡ് സം ഹെൽപ്പ് ജസ്റ്റ് കോൺടാക്ട് us, വിൽ ട്രൈ ടു ഹെൽപ്പ് യു അറ്റ് മാക്സിമം. 7ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലും ഡെയിലി ചെയ്യേണ്ട കാര്യം ന്യൂസ് പേപ്പർ റീഡിങ്. പലരും ചോദിക്കാറുണ്ട് ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് വായിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു റിവ്യൂ കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡെയിലി കമ്പൈലേഷൻ വായിച്ചാൽ മതിയോ? പോരാ. ന്യൂസ് പേപ്പറാണ് ഒറിജിനൽ. നിങ്ങളുടെ ഒറിജിനൽ കണ്ടൻറ്റ് നിങ്ങൾ തന്നെ ആദ്യം വായിക്കണം. വായിച്ചതിന് ശേഷം മറ്റുള്ള പെർസ്പെക്റ്റിലൂടെ പോകാം, റിവ്യൂ കാണാം, അല്ല ഡെയിലി കമ്പൈലേഷൻ വായിക്കാം, യൂട്യൂബ് വീഡിയോസ് കാണാം, ഒക്കെ ചെയ്യാം. ആദ്യം ഒറിജിനൽ നിങ്ങൾ കാണുക. അങ്ങനെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങൾ വളരെയധികം പുറകിലോട്ടായി പോകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് നല്ലൊരു കാര്യമല്ല. മാത്രമല്ല ഇൻ്റർവ്യൂവിലൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ മുന്നേറണം. ഇന്ത്യയുടെ സോഷ്യോ എക്കണോമിക് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം എല്ലാ കാര്യത്തിനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ 7 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെൽഫ് സ്റ്റഡിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കോച്ചിങ് സെൻറ്ററിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം, എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം, ഈ ഒരു കാര്യം സ്റ്റാർട്ടും എൻഡും തമ്മിൽ നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു 150 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്ത് മാക്സിമം റിവിഷൻ ചെയ്ത് മാക്സിമം എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യൻ അനാലിസിസും റൈറ്റിംഗ് പ്രാക്ടീസും നിങ്ങൾ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയം നിങ്ങളുടെ കൂടെ തന്നെ വരും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഒപ്പം മറ്റു വീഡിയോകൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കുക. ഒത്തിരി സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.